മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മധ്യപൂർവ്വദേശത്തിലെ അതിപുരാതന ദേവാലയമായ കുവൈറ്റ് സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളി ദേവാലയത്തിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി 2024 ജൂലൈ മാസം 4-ാം തീയതി പരുമല പള്ളിയിൽ വെച്ച് ഇടവകയിൽ നിന്നും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ ആയിരിക്കുന്നവരും അവധിക്ക് നാട്ടിൽ എത്തിയിരിക്കുന്ന ഇടവക അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് പഴയ പള്ളി നവതി മഹാസംഗമം നടത്തി. AD 52 കർത്തൃശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് കുവൈറ്റിന്റെ മണ്ണിൽ AD 52 കർത്തൃശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് കുവൈറ്റിന്റെ മണ്ണിൽ 1934 അഹമ്മദി പ്രദേശത്തെ മലയാളി ക്രിസ്ത്യൻ സമൂഹം ഒത്തുചേർന്ന് ഒരു പൊതുപ്രാർത്ഥനാ കൂട്ടായ്മ രൂപീകരിച്ചു. ഈ എളിയ പ്രാർത്ഥന കൂട്ടായ്മയാണ് ഇന്നത്തെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളിയുടെ അടിത്തറ. കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച യോഗം കിഴക്കിന്റെ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായ പരിശുദ്ധ മോറോൻമാർ ബസലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ഇടവക മെത്രാപ്പൊലീത്ത അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനി, ഡോക്ടർ ജോസഫ് മാർ ദവന്യാസിയോസ് മെത്രാപ്പൊലീത്ത, എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്ത, പരുമല സെമിനാരി മാനേജർ KV പോൾ റമ്പാൻ, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ, ആത്മായ ട്രസ്റ്റി റോണി വർഗീസ്, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, പരുമല ഹോസ്പിറ്റൽ CEO ഫാദർ MC പൗലോസ്, ഇടവക വികാരി ഫാദർ എബ്രഹാം PJ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം പോൾ വർഗീസ്, നവതി കമ്മിറ്റി കൺവീനർമാരായ ബാബു പുന്നൂസ്, നൈനാൻ ചെറിയാൻ, ഇടവക സെക്രട്ടറി ജോജി ജോൺ, ഇടവകയിൽ സേവനം ചെയ്ത മുൻ വികാരിമാർ, മുൻ ഇടവക ഭാരവാഹികൾ തുടങ്ങിയവർ ഈ നവതി മഹാസമ്മേളനത്തിൽ സംസാരിച്ചു. ഈ യോഗത്തിൽ നവതി ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവിനിയറിന്റെ പ്രകാശനവും കഴിഞ്ഞ കാലങ്ങളിൽ ഇടവകയെ നയിച്ച മുൻ ഇടവക വികാരിമാരെയും മുൻ ഇടവക ഭാരവാഹികളെയും നവതി ലോഗോ ഡിസൈൻ ബോബി ജോണിനെയും ആദരിച്ചു. ഇടവക അംഗം മനോജ് C തങ്കച്ചൻ രചിച്ച ബുയാദ് ആലോഹ എന്ന നവതി ഗാനം മഹാസംഗമത്തിന് മാറ്റുകൂട്ടി. നവതി വർഷത്തിൽ സഭയ്ക്കും ഭദ്രാസനത്തിനും പൊതുസമൂഹത്തിനും മുൻഗണന നൽകി ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ആലംബഹീനർക്കും അശരണർക്കും ഒരു കൈത്താങ്ങൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി 50 ലക്ഷം രൂപ ചെലവിൽ 5 വീടുകളും 30 ലക്ഷം രൂപ ചെലവിൽ ഏകദേശം 20ഓളം നിർധനരായ വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനുള്ള സഹായങ്ങളും 20 ലക്ഷം രൂപ ചെലവിൽ 5ഓളം വ്യക്തികൾക്ക് ഉപജീവന മാർഗത്തിനായി സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും നൽകുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തപ്പെട്ടു. ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് വികാരി ഫാദർ സുബിൻ ഡാനിയേലും ആക്ടിംഗ് സെക്രട്ടറി ബിനു P ആൻഡ്രൂസും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുവൈറ്റിലും നാട്ടിലുമുള്ള പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും നൂറുകണക്കിന് അംഗങ്ങൾ മഹാസംഗമത്തിൽ പങ്കെടുത്തു.